മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ച സമയത്ത് എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന നടി ഉർവശി, നടൻ ജയറാം ഇദ്ദേഹത്തിൻ്റെ മരണത്തിനോ മരണാനന്തര ചടങ്ങിനോ എത്തിയില്ല എന്നതായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിട്ടും കുടുംബപരമായി തന്നെ അടുപ്പമുണ്ടായിട്ടും ഇവർ എത്തിയില്ല? ഈ ഒരു ചോദ്യം അന്ന് വിവാദമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഉർവശി. ഞാൻ മനഃപൂർവ്വം പോകാത്തതല്ല. ഞാനും ജയറാമും ഒരേ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ പെട്ടുപോകുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങൾക്ക് വരണമെങ്കിൽ അവിടുത്തെ ദിവസങ്ങളുടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വരും. അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായി മാറും. ഞങ്ങൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്തയെപ്പറ്റി ഞങ്ങൾ അറിയുന്നത്. ഇരുന്നുപോയി. കേട്ടപ്പോൾ ഒട്ടും വിശ്വസിക്കാനായില്ല. ടി വിയിലൂടെ ധ്യാനിൻ്റെ കരച്ചിലൊക്കെ കണ്ടത് ഇപ്പോഴും ഓർക്കുന്നു. അവൻ കളിതമാശകളൊക്കെ പറഞ്ഞ് എല്ലാം വളരെ രസകരമായി കാണുമെങ്കിലും അച്ഛൻ്റെ വേർപാട് അവനെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിലൂടെയാണ് ഞങ്ങൾക്കത് കൂടുതലും മനസ്സിലായത്. സോഷ്യൽ മീഡിയയിലും വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി അത് മാറുകയും ചെയ്തു. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും ചെയ്തു. പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആരാധകർ ഇപ്പോൾ ഉർവശിയുടെ വാക്കിന് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു. ഞാൻ എന്തുകൊണ്ട് ശ്രീനിയേട്ടൻ്റെ ചടങ്ങിന് പോയില്ല എന്നുള്ളത് എനിക്ക് അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയോ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ കുടുംബപരമായി തന്നെ വളരെ അടുപ്പമുള്ളവരാണ് എന്ന് അറിയാത്തവരാണ് ഇത്തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് എത്താത്തതെന്ന് അവർക്കറിയാം. വിനീതിനും അതുപോലെ ധ്യാനനും അതറിയാം. വിമല ചേച്ചിക്കും അത് നന്നായി അറിയുന്നതാണ്. എത്താൻ പറ്റുമായിരുന്നുവെങ്കിൽ ആ വാർത്തയെ അറിയുമ്പോൾ ആദ്യം ആ വീട്ടിലുണ്ടാവുക താനായിരുന്നേനെ എന്നാണ് ഉർവശി പറയുന്നത്. ഉർവശി ഉണ്ടായിരുന്ന അതേ ലൊക്കേഷൻ തന്നെയായിരുന്നു ജയറാമും ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എത്താൻ സാധിച്ചില്ല. ജയറാമിൻ്റെ അവസ്ഥയും എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. അന്ന് പലരും വിമർശിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ ആ വിമർശനത്തിനൊന്നും ചെവി കൊടുത്തില്ല. ഞങ്ങളൊരു വല്ലാത്ത ഷോക്കിലായിരുന്നു. ആ ഷോക്കിൽ നിന്ന് ഞങ്ങൾ വിട്ടുമാറാൻ ഒരുപാട് താമസിച്ചു. അതുകൊണ്ടാണ് അതിൽ പ്രതികരിക്കാത്തത്. അതുപോലെ അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടെന്നും തോന്നിയില്ല. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അത് ശ്രീനിയേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊന്നും ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും അങ്ങനെ പറയേണ്ടവർ പറയട്ടെ എന്നാണ് ഞങ്ങൾ അപ്പോൾ കരുതിയതെന്നും ഉർവശി പറയുന്നുണ്ട്. അന്ന് ഒരുപാട് വിമർശനങ്ങൾ വന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് ഉർവശി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഇതാണ് എന്ന് പറയാം. നടി ഉർവശി എന്തുകൊണ്ട് ശ്രീനിവാസൻ്റെ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നൊരു വലിയ ചോദ്യം അന്നുണ്ടായിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ താരം നൽകിയിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.